അതിരപ്പള്ളിയിൽ 24 മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ മറികടക്കാൻ വ്യാജ പരാതിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 OBT അംഗം റൂബിൻ ലാലിനെയാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനം മന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സുരജ, ഈ വിഷയത്തിൽ വനം മന്ത്രി നേരിട്ട് നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണത്തിന്, എന്നാൽ ആ നിർദ്ദേശത്തിന് മറികടക്കാൻ ഒരു ലൂപ്പ് ഹോളുമായി ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർ ഇത് മറികടക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സംഭവത്തിന് ശേഷം ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഫോണിലൂടെ തന്നെ കൃത്യമായ മറുപടിയും നൽകിയതാണ്. ഇതിൽ നമുക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല, പക്ഷേ ഈ മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അത് മാത്രമാണ് നമ്മൾ ഉയർത്തിക്കാട്ടിയതെന്ന് ഈ ഉദ്യോഗസ്ഥനോട് നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാദങ്ങൾ, അതായത് ഈ മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത് മറികടക്കുന്നതിന് വേണ്ടി ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അതിരപ്പള്ളിയിൽ 10:06 കാട്ടുപന്നി വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തുന്നത്. റോഡരികിൽ കിടക്കുകയായിരുന്ന ഈ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താനായാണ് ഈ 24ന്റെ OBT അംഗമായിട്ടുള്ള റൂബിൻ ലാൽ അവിടെ എത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥർ റൂബിനെ തടയുകയും പിന്നാലെ റൂബിനെ ഈ ഫോൺ ഉൾപ്പെടെ തട്ടിത്തെറിപ്പിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവ് സഹിതം നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. അതിനുശേഷമാണ് വനമന്ത്രി ഇടപെട്ടുകൊണ്ട് CCFനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. ഇതിനുശേഷം 12 മണിയോടുകൂടി ഈ മന്ത്രിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, മന്ത്രിതലത്തിൽ നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അതിരപ്പള്ളി പോലീസിൽ ഒരു പരാതി നൽകുകയായിരുന്നു. റൂബിനെതിരെ കേസെടുക്കണം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കണം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം നമ്മുടെ ആയിട്ടുള്ള റൂബിനെ അവിടെ നിന്ന് പോലീസ് ബന്ധപ്പെടുകയും ചെയ്തു. അവർ പറഞ്ഞത്, ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകും, 14 ദിവസമെങ്കിലും കുറഞ്ഞത് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ട തരത്തിലേക്കാണ് ഈ പരാതി കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വനത്തിൽ അതിക്രമിച്ചു കയറി എന്ന് കാട്ടിക്കൊണ്ട് കേസെടുക്കാനുള്ള ഒരു നീക്കവും അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരുന്നു. എന്താണോ മന്ത്രി നിർദ്ദേശിച്ചത്, ആ മന്ത്രിയുടെ നിർദ്ദേശത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിനെ ഈ മന്ത്രിയുടെ അന്വേഷണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കാര്യം, കാരണം ഈ റുബിൻ ലാലിന്റെ തൊഴിൽ തന്നെയാണല്ലോ മാധ്യമ പ്രവർത്തനം. അപ്പോ ആ തൊഴിലിനെ തടസ്സപ്പെടുത്തി എന്ന ഒരു പരാതിയിലാണ് വനമന്ത്രിയുടെ ഒരു നിർദ്ദേശം, നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ തിരിച്ച് അവർ പറയുന്നത് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തി. ഏത് രീതിയിൽ തൊഴിലിനെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്? അതിനെതിരായി ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഇവിടെ ഹാജരാക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൃഷ്ണ, ഒരു തരത്തിലുള്ള തെളിവോ ഒരു ദൃശ്യങ്ങളോ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു തെളിവും ഇതുവരെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ സാധിച്ചിട്ടില്ല. കാര്യം ഈ റൂബിൻ ലാൽ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് നിന്നത് പോലും PWD റോഡിലാണ്. അങ്ങനെ PWD റോഡിൽ നിന്ന് റോഡരികത്ത് കിടന്ന ഒരു പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതിലെ ഈ പ്രായോഗികത, അതാണ് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത്. അതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. ഈ കൊന്നക്കുഴി മേഖല എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള മേഖല എന്ന് പറയുന്നത് ഈ കാട്ടാന ശല്യം വളരെയേറെ രൂക്ഷമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പകൽ സമയത്ത് കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ആകെ നാശം വിതക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഇന്ന് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം അവിടുത്തെ പ്രദേശവാസികൾ വിളിച്ച് വിവരം ധരിപ്പിച്ചു. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയില്ല. പിന്നെ നമ്മുടെ പ്രതിയായിട്ടുള്ള റൂബിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു. റൂബിൻ അവിടെ എത്തുന്നു, ദൃശ്യങ്ങൾ പകർത്തുന്നു. ഒടുവിൽ ഈ കാട്ടാന ജനവാസ മേഖലയിൽ നിന്ന് ഇറങ്ങി ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ സമയത്ത് ആ വിഷയത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ വലിയ വിമർശനം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന പക, അതിലുള്ള പ്രകോപനം ഇന്ന് രാവിലെ റൂബിനെ തടയുന്നതും ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അടക്കം തട്ടിത്തെറിപ്പിക്കുന്നതും പിന്നീട് ചെയ്യുന്നതിലേക്കും പോലും കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ വിഷയത്തിലാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായത്. CCF തന്നെ അന്വേഷിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന് വനമന്ത്രി നിർദ്ദേശിച്ചു. ഒരു കാര്യം കൂടെ, ഇത്തരത്തിലൊരു പരാതി ലഭിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ റൂബിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ ഒരു പരാതി നൽകുന്നതിന് വേണ്ടിയാണ് റൂബിൻ ഇന്ന് ഈ സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്താണ് ഈ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് CI സ്ഥലത്തില്ല. CI സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് CI നിലവിൽ സ്ഥലത്തില്ല. അപ്പോഴാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത്
12 മണിയോടുകൂടി, അതായത് രാവിലെ 9:45 കൂടിയാണ് വനമന്ത്രി ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി അവിടെ ഒരു പരാതി കൊടുക്കുകയാണ്. അതായത് രാവിലെ നടന്ന സംഭവമാണ്. അതിനുശേഷം ഈ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായി എന്ന് അറിഞ്ഞതോടുകൂടി ഈ ഉദ്യോഗസ്ഥർ, അതായത് ഇവരൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി എന്നെ പോലും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ നമ്മൾ വഴങ്ങില്ല. നമ്മൾ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്, വഴങ്ങില്ല എന്നറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ മന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി കൃത്യമായി നമ്മുടെ പ്രതിയെ കുടുക്കുക, കള്ളക്കേസിൽ കുടുക്കുക, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 12 മണിയോടുകൂടി ഒരു പരാതി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇതൊന്നും അറിയാതെയാണ് റൂബിൻ ഒരു ഉച്ചയോടുകൂടി സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് 12 മണിക്ക് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. ഈ ജാക്സൺ എന്ന് പറയുന്ന മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ റൂബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വരും, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തലത്തിലേക്ക് പോകും. അതായത് സംസ്ഥാനത്തെ വനം മന്ത്രി തന്നെ നിർദ്ദേശിക്കുന്ന ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ അതിരപ്പള്ളിയിൽ കാണുന്നത്, കൃഷ്ണ. ശരി, എന്തായാലും സൂരജ് സജി ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.